നമസ്കാരം. ചരക്ക് കപ്പലുകൾക്ക് തീപിടിക്കുന്നതും മുങ്ങുന്നതുമൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ കേരള തീരത്ത് തന്നെ ഇത്തരത്തിലുള്ള 2 അപകടങ്ങൾ നടന്നതായി നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ഹൾ നഗരത്തിൽ, അതായത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ്. ഹള്ളിലാണ് ഒരു ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നത്. ഈ കപ്പൽ ഏത് രാജ്യത്തിൻ്റെ വകയാണെന്നോ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കപ്പലിൻ്റെ പേരും മറ്റ് വിശദാംശങ്ങളും ഇനിയും ലഭ്യവുമല്ല. ഏതാണ്ട് 3500ഓളം സ്ക്രാപ്പ് മെറ്റീരിയലാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിൽ തീ അണയ്ക്കുന്നതിനായി വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് ജീവനക്കാരും മറ്റ് സാങ്കേതിക വിദഗ്ധരും എല്ലാം തന്നെ എത്തിയാണ് കപ്പലിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രശ്നം, ഈ നഗരമാകെ തന്നെ ഇപ്പോൾ പുക നിറഞ്ഞു നിൽക്കുകയാണ്. പല ആളുകൾക്കും കടുത്ത തോതിലുള്ള ചുമയും തുമ്മലും പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട്. 5ഓളം കൂറ്റൻ ഫയർ എഞ്ചിനുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അപകടഘട്ടം തരണം ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിക്കുന്നത്. കപ്പലിലെ ഒരു ജീവനക്കാർക്ക് പോലും പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ ആളപായം ഉണ്ടാവുകയോ ചെയ്തതായി ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഹൾ നഗരത്തിലെ എല്ലാ റോഡുകളും ഇതേ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി റോഡുകൾ തുറന്നു എങ്കിലും ഗതാഗതം പൂർണ്ണമായും ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷേ കപ്പലിൽ പ്രധാനമായി സ്ക്രാപ്പ് മെറ്റീരിയലുകൾ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം. അത് ഏതിൻ്റെയൊക്കെ സ്ക്രാപ്പാണ് എന്ന് ഇനിയും വ്യക്തമല്ല. തീ ആളിപ്പടരാനുണ്ടായ കാരണം എന്ന് വേണം കരുതാൻ. കപ്പലിലെ ഷോർട്ട് സർക്യൂട്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്ന് ഇനിയും വ്യക്തമല്ല. ഏതായാലും ഈ നഗരത്തിലെ ജനജീവിതത്തെ തന്നെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള കോടതികളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചു. അതുപോലെ ഇവിടെ ഉള്ള ഒരു പ്രമുഖ പാർക്കിൽ നടക്കുന്ന കൊച്ചു കുട്ടികളുടെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പൽ തീരത്ത് നിന്ന് അധികം അകലെ അല്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഹൾ നഗരത്തിലാകെ ഇപ്പോൾ ഈ പുക പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനായി എന്ത് ചെയ്യണമെന്ന നെട്ടോട്ടത്തിലാണ് നാട്ടുകാർ. സർക്കാർ നൽകുന്ന നിർദ്ദേശം എല്ലാവരും വീടുകളുള്ളിൽ തന്നെ കഴിയുക, പരമാവധി വാതിലുകളും ജനലും എല്ലാം അടച്ച് വീട്ടിനകത്തിരിക്കുക. അതല്ലെങ്കിൽ ഈ പുക ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. മാത്രമല്ല ഈ പുകയുടെ കൂടെ ശക്തമായ തോതിൽ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പലുണ്ടായിരുന്ന സ്ക്രാപ്പ് മെറ്റീരിയലിനെ കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കൾ മറ്റും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയവും ഇപ്പോൾ വ്യാപകമാകുകയാണ്. ഏതായാലും ജനങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അടിയന്തരമായി തന്നെ ഇതിൻ്റെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിഭീകരമായ തോതിലുള്ള ഒരു തീപിടുത്തമാണ് ഈ കപ്പലിൽ ഉണ്ടായത് എന്ന്.